വർക്കല അസ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രാശിചക്രത്തിലെ 21ാമത്തെ നക്ഷത്രമായിട്ടുള്ള ഉത്രാടം നക്ഷത്രം. ആ ഉത്രാട നക്ഷത്രത്തിന്റെ പ്രത്യേകതകളും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ ഗുണങ്ങളും അവർ അവരുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്കും ഗുണത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഏതൊക്കെ ദേവതാ സങ്കല്പങ്ങളെ ഏതെല്ലാം കാലത്ത് ആചരിക്കണം, ഏതൊക്കെ ദേവതാ സങ്കല്പത്തെ ആരാധിച്ചാൽ, ഗ്രഹത്തെ ആരാധിച്ചാൽ അവർക്ക് ഗുണമുണ്ടാകും എന്നുള്ള വസ്തുതകളെ കുറിച്ചാണ് ഈ വീഡിയോ ഞാൻ പ്രതിപാദിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉത്രാടം നക്ഷത്രം 21ാമത്തെ നക്ഷത്രമാണ്. അത് 2 രാശികളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള ധനുവിലും ശനിയുടെ രാശിയായിട്ടുള്ള മകരത്തിലും. ഉത്രാട നക്ഷത്രം ആദ്യത്തെ 15 നാഴിക വ്യാഴക്ഷേത്രമായ ധനുവിലും ശേഷമുള്ള 45 നാഴിക മകരരാശിയിലുമായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവിൻ്റെയും ശനിയുടെയും ഗുണങ്ങൾ ഇവരിൽ പ്രത്യേകിച്ച് കാണാം. ഈ നക്ഷത്രത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉത്രാട നക്ഷത്രം ആദിത്യന്റെ നക്ഷത്രമാണ്. ആദിത്യന് പറഞ്ഞ കാർത്തിക, ഉത്രം, ഉത്രാടം എന്ന് പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്രങ്ങളിൽ ഒന്നാണ് ഉത്രാടം. അതുകൊണ്ട് തന്നെ നക്ഷത്രാധിപതി എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നാളിന് ആദിത്യനാണ്. ഉത്രാട നാളുകാർ എല്ലാ കാലവും ആദിത്യ പ്രീതി വരുത്തുക, ആദിത്യ നമസ്കാരാദി കാര്യങ്ങളും നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ആദിത്യന് പ്രത്യേകിച്ച് വഴിപാടും കാര്യങ്ങളും ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉയർച്ച നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ വ്യാഴത്തിന്റെ രാശിയിൽ ജനിച്ചിട്ടുള്ള ഉത്രാടം നാളിന്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചിട്ടുള്ളവർ സ്ഥിരമായി വിഷ്ണുവിനെ ആരാധിക്കുക. മകരക്കൂറിൽ ജനിച്ചിട്ടുള്ള ഉത്രാട നക്ഷത്രക്കാർ ശിവനെയും ശാസ്താവിനെയും ആരാധിക്കുക. ശനിയുടെ രാശിയാവുകൊണ്ട് അതും അവർക്ക് എല്ലാ കാലവും ഗുണം നൽകുന്നതാണ്. ഇനി ഈ നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിച്ചാൽ അവർ ഉദാത്തമായ ആശയങ്ങളുള്ളവരായിരിക്കും. എല്ലാ കാര്യത്തിലും വളരെ നല്ല ആശയങ്ങളുള്ള വ്യക്തികളായിരിക്കും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. അതുപോലെ പ്രൗഢമായ ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കും. ചിന്തകൾ വളരെ പ്രൗഢമായിരിക്കും. പ്രവൃത്തികളെല്ലാം തന്നെ വിവേക ബുദ്ധിയോടുകൂടി ആയിരിക്കും. ഒരു കാര്യവും പെട്ടെന്ന് വിശ്വസിക്കില്ല. അങ്ങേര് പറയുന്നതിനെ പെട്ടെന്ന് വിശ്വസിച്ച് അതിന് മറുപടി കൊടുക്കുകയോ അതിലോട്ട് ഇറങ്ങുകയോ അതിനെ വിശ്വസിച്ച് ഒരു കാര്യത്തിൽ ഇടപെടുകയോ ചെയ്യുകയില്ല. കാര്യത്തെ കാര്യമായി വിശകലനം ചെയ്യും. തീരുമാനങ്ങൾക്ക് ഒരു ദൃഢതയുണ്ടായിരിക്കും. അതുപോലെ ഉറച്ച തീരുമാനം ഉള്ള വ്യക്തികളായിരിക്കും. പരിസര ശുചിത്വമുള്ള വ്യക്തികളാണ് ഉത്രാട നക്ഷത്രക്കാർ. അവരിയ്ക്കുന്ന സ്ഥലം, അവർ പെരുമാറുന്ന സ്ഥലം, അവർ പോകുന്ന സ്ഥലം, അവരിടപെടുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ശുചിത്വം ഉണ്ടായിരിക്കും. ശുചിത്വബോധം ഉള്ളവരാണ് ഇവർ. ഒരു കാര്യം ആലോചിച്ച് ഉറപ്പിച്ച് അതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അതിൻ്റെ അവസാനം വരെ അതിൽ തന്നെ പിടിച്ചു നിൽക്കും. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അവർ പിന്മാറില്ല. ആ ഇറങ്ങിയ കാര്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മാക്സിമം ശ്രമിക്കുന്നവരാണ് ഉത്രാട നക്ഷത്രം. പൊതുവെ ഇവർക്കൊരു പ്രത്യേകത, അവരുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞിരിക്കും. നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിൽ തന്നെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വീഴ്ചയോ താഴ്ചയോ ഒക്കെ വരാം. അതുപോലെ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സന്ദർഭത്തിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നുള്ള സഹായങ്ങളും സഹകരണവും കൊണ്ട് ജീവിതത്തിൽ ഉയർച്ചയും ഉണ്ടാകുന്നത്. ശ്രേഷ്ഠമായ ആദർശം, ഏത് കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയായി ചെയ്യണം, മറ്റുള്ളവർക്ക് ഉപദ്രവമാകരുത്, ഉപകാരപ്പെടണം എന്ന രീതിയിൽ ഒരു ആദർശ ബുദ്ധിയോടുകൂടിയായിരിക്കാം കുടുംബജീവിതവും അവരുടെ സ്വകാര്യ ജീവിതവും അതുപോലെ തന്നെയായിരിക്കും പൊതുജീവിതവും. സാമ്പത്തിക കാര്യത്തിൽ അല്പം പിശുക്ക് കാണിക്കുന്ന വ്യക്തികളാണ്. ന്യായമായ കാര്യത്തിന് മാത്രമേ ധനം ചെലവഴിക്കുകയുള്ളൂ. അത് ധനുക്കൂറുകാരാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ തന്നെയാണ്. ധനവിഷയത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാണ്. മതകാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായി, പാരമ്പര്യ കാര്യങ്ങളിൽ, ആത്മീയ വിഷയങ്ങളിലൊക്കെ നല്ല താല്പര്യമുള്ളവരാണിവർ. ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരിക്കും. ഏത് കാര്യത്തും എത്ര ബുദ്ധിമുട്ടുള്ള കാര്യത്തിനാണ് ഇറങ്ങുന്നതെന്നുണ്ടെങ്കിലും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയായിരിക്കാം അവർ അതിനെ സമീപിക്കുന്നത്. ഗുരുഭക്തി ഉണ്ടാവും. തന്നെക്കാൾ മുതിർന്നവർ, തനിക്ക് അറിവ് നൽകിയവർ, മാനിക്കേണ്ട മഹനീയ വ്യക്തികളെ എല്ലാം തന്നെ മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും മാനിക്കുന്നവരായിരിക്കും ഉത്രാട നക്ഷത്രം ജനിച്ച വ്യക്തികൾ. ഇവരുടെ കഷ്ടപ്പാടും ക്ലേശങ്ങളും കൊണ്ടുള്ള സമ്പാദ്യം ന്യായമായ മാർഗത്തിലൂടെ ആയിരിക്കാം. അന്യരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള സമ്പാദ്യങ്ങൾ ഇവർക്ക് കാണില്ല. വളരെ ന്യായമായിട്ട് ഗുണപ്പെട്ട രീതിയിൽ കഷ്ടപ്പെട്ട് അവനവന് പറഞ്ഞ തൊഴിലുകൾ ചെയ്തുകൊണ്ട് ആയിരിക്കാം ഇവരുടെ സമ്പാദ്യം. ഈ നക്ഷത്രക്കാർ സമുദായ സേവനങ്ങൾ ഇടപെടുകയും അതിൽ വിജയിക്കുകയും ചെയ്യും. സമുദായവുമായി ബന്ധപ്പെട്ടുള്ള നേതൃസ്ഥാനങ്ങൾ എത്താനും ഇവർക്കൊരു യോഗമുണ്ട്. അല്പാഹാരികളായിരിക്കും. ആഹാര കാര്യത്തിൽ അല്പാഹാരം, വളരെ വലിയ രീതിയിൽ ആഹാരം ഒന്നും കഴിക്കുന്ന വ്യക്തികളായിരിക്കത്തില്ല ഇവർ. വളരെ നിയന്ത്രിച്ചായിരിക്കാം ആഹാരം കഴിക്കും. ഇവരുടെ ജീവിതത്തിൽ ഇവർ പല പ്രതിബന്ധങ്ങളെയും കുടുംബ ക്ലേശങ്ങളെയും ഫേസ് ചെയ്യുന്നവരായിരിക്കാം.
തൻ്റെ കുടുംബത്തിനകത്തും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും പല പ്രശ്നങ്ങളും ഇടപെടുന്നവരും അതിൽ മാനസികമായ ക്ലേശങ്ങൾ അനുഭവിക്കാൻ യോഗപ്പെട്ടവരുമായിരിക്കാം. തൻ്റെ കുടുംബജീവിതത്തിൽ ക്ലേശങ്ങൾ വരാൻ യോഗ്യതയുണ്ട്, അതുകൊണ്ടുള്ള മനക്ലേശങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട്. തൻ്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളുടെ കാര്യങ്ങൾ ഇടപെട്ടും ചിലപ്പോൾ മനക്ലേശങ്ങൾ അനുഭവിക്കാൻ യോഗ്യതപ്പെട്ടവരാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ. പൊതുവെ ഇവർക്ക് ഈ കൂട്ടു ബിസിനസ് നല്ലതല്ല. തനിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് എല്ലാ കാലവും ഇവർക്ക് ഗുണം. കൂട്ടു ബിസിനസ് നല്ലതല്ല. തനിച്ച് ചെയ്യുക. ബിസിനസ് ആണെങ്കിലും സംരംഭങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പൊതുകാര്യങ്ങളാണെങ്കിലും ഒന്നിലധികം ആൾക്കാരെ ചേർത്ത് ചെയ്യുന്നതിനേക്കാൾ താൻ തന്നെ മാത്രം വിശ്വസിച്ച് ആ കാര്യം ചെയ്ത് പൂർത്തീകരിക്കുന്നതായിരിക്കാം നല്ലത്. കൂട്ടു ബിസിനസ്സിൽ പരാജയമുണ്ടാകാം. അതുപോലെ ഇവരുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ചുറ്റുപാടുകളെ നോക്കാതെയുള്ള സംഭാഷണം. സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ ഉള്ളത് പറയും. അതുകൊണ്ട് ശത്രുക്കളുണ്ടാകും. ചുറ്റുപാടുകളെ മാനിക്കാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ ഉള്ള ഭാഷണത്തിലൂടെയുള്ള ശത്രുത അനുഭവിക്കാൻ യോഗപ്പെട്ടവരാണ് ഉത്രാട നക്ഷത്രക്കാർ. അവർ അത് വളരെ സൂക്ഷിക്കണം. തൻ്റെ വാക്കുകൾ പ്രയോഗിക്കുന്നത് സാഹചര്യത്തെയും ചുറ്റുപാടുകളെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. ഒരാളുടെ കീഴിൽ ചെയ്യുന്ന ജോലിയേക്കാൾ താൻ തന്നെ നിയന്ത്രിക്കുന്ന, തൻ്റെ തന്നെ നിയന്ത്രണത്തിലുള്ള, താൻ തന്നെ മുന്നിൽ നിൽക്കുന്ന ജോലി ആണ് ഇവർക്ക് യോജിച്ചത്. ഒരാളുടെ കീഴിൽ നിൽക്കുന്ന ജോലിയിൽ അസ്ഥിരതയോ ക്ലേശമോ ഒക്കെ വരാം. പിന്നെ ഇവരെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യമാണെന്നുണ്ടെങ്കിലും മറ്റു കാര്യമാണെങ്കിലും ഇടപാടുകളിൽ കണിശത ഉണ്ടായിരിക്കും. കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങൾ, ഇടപാടിലെല്ലാം തന്നെ വളരെ കണിശമായിട്ടായിരിക്കാം ഇവരുടെ പ്രവൃത്തികൾ. അത് അവരെ സംബന്ധിച്ച് വളരെ ഗുണം നൽകുന്നതും അവർക്ക് നല്ല പേര് കേൾപ്പിക്കുന്നതുമായിരിക്കും. വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ ഇവർ എല്ലാ കാലവും ആദിത്യനെ ആരാധിക്കുക. ധനുക്കൂറിൽ ജനിച്ചിരിക്കുന്ന ഉത്രാട നക്ഷത്രക്കാർ വിഷ്ണുവിനെയും, മകരക്കൂറിൽ ജനിച്ചവർ ശിവനെയും ശാസ്താവിനെയും സ്ഥിരമായിട്ട് ആരാധിക്കാം. ഇനി ഇവരുടെ നക്ഷത്ര ദശാകാലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നാളുകാർ ആദിത്യന്റെ ദശയിൽ ജനിക്കുന്നു. 6 വർഷമാണ് ആദിത്യന് പറഞ്ഞിരിക്കുന്നത്. അതിൽ അത്രയും തന്നെ അവർക്ക് ലഭിക്കണമെന്നില്ല. അർദ്ധാംശം വെച്ച് കൂട്ടിയാൽ ഏകദേശം 3 വയസ്സ് വരെ ഉത്രാടം നാളുകാർക്ക് ആദിത്യന്റെ ദശയാണ്. തീർച്ചയായിട്ടും അവർക്ക് ഉഷ്ണജന്യാദി രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ യോഗ്യതയുണ്ട്. കുട്ടികളാണെങ്കിലും വീഴ്ചയോ താഴ്ചയോ ഒക്കെ വരാൻ യോഗ്യതയുണ്ട്. ബാലാരിഷ്ടതയൊക്കെ ഉണ്ടാകും. ആ കാലഘട്ടത്തിൽ അവർ ശിവനെ ആരാധിക്കുക, ശിവനെ സ്ഥിരമായിട്ട് ആരാധിക്കുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. 3 വയസ്സുവരെയുള്ള ഉത്രാട നാളിൽ ജനിച്ച കുട്ടികൾക്ക് മൃത്യുഞ്ജയ ഹോമാദി കാര്യങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. അതിനുശേഷം 13 വയസ്സ് വരെ അവർക്ക് ചന്ദ്രദശയാണ് അവർ അനുഭവിക്കുന്നത്. ചന്ദ്രദശ കാലഘട്ടത്തിൽ ഉത്രാട നക്ഷത്രക്കാർ ആരാധിക്കേണ്ടത് ദുർഗയെയാണ്. ദുർഗാപ്രീതി വരുത്തുക. സ്ഥിരമായിട്ട് ദുർഗയെ ആരാധിക്കുന്നത് അവരെ സംബന്ധിച്ച് ചന്ദ്രദശാ കാലഘട്ടത്തിൽ ബുദ്ധി വൈഭവത്തിന് ഗുണം ചെയ്യും. വിദ്യാസംബന്ധമായ ഗുണങ്ങൾ അനുഭവത്തിൽ വരുന്നതിന് ഏറ്റവും ഗുണം നൽകുന്ന കാര്യമാണ് സ്ഥിരമായിട്ട് ദുർഗയെ ആരാധിക്കുക. പ്രത്യേകിച്ച് തിങ്കളാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദുർഗാ ഭഗവതിക്ക് ഭാഗ്യസൂക്താദി അർച്ചനകൾ ചെയ്യുന്നത് വിശേഷമായി. 13 വയസ്സിന് ശേഷമുള്ള 7 ആണ്ടോളം 21 വയസ്സ് വരെ ഇവരെ സംബന്ധിച്ച് ഇവർ അനുഭവിക്കുന്നത് ചൊവ്വാദശയാണ്. ചൊവ്വാദശ ഇവരെ സംബന്ധിച്ച് സുബ്രഹ്മണ്യ പ്രീതിയാണ് വേണ്ടത്. സുബ്രഹ്മണ്യനെ ആരാധിക്കുക. സുബ്രഹ്മണ്യന് വെളുത്ത പൂ കൊണ്ടുള്ള അർച്ചന സ്ഥിരമായിട്ട് ചെയ്യുക. പഞ്ചാമൃത അഭിഷേകം നടത്തുക തുടങ്ങിയുള്ള വിശേഷപ്പെട്ട കാര്യങ്ങൾ ആ പക്ക നാള് തോറും സ്ഥിരമായി ചെയ്യുന്നത് വിദ്യയ്ക്ക് നല്ലതാണ്, സ്വഭാവ ഗുണത്തിന് നല്ലതാണ്. ഏകദേശം 13 വയസ്സിന് മുകളിലുള്ള 20-21 വയസ്സ് വരെയുള്ള ആ കൗമാര കാലഘട്ടത്തിലെ ചാബല്യ ദുരിതങ്ങൾ അനുഭവത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യനെ സ്ഥിരമായി ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആരാധിക്കുന്നത് നല്ലതായിരിക്കും. ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥിതി സ്ത്രീ രാശിയിലാണ് എന്നുണ്ടെങ്കിൽ ഭദ്രകാളി പ്രീതിയും ഈ കാലഘട്ടത്തിൽ ഉത്തമമായിരിക്കും. 21 വയസ്സിന് ശേഷം 38-39 വയസ്സ് വരെയുള്ള 38-39 വയസ്സ് വരെ അവർ അനുഭവിക്കുന്ന രാഹു ദശയാണ്. ഈ ദശാകാലഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ച് അവരുടെ മാനസികമായിട്ടുള്ള ഗുണങ്ങളൊന്നും പറയാം, ക്ലേശങ്ങൾ വരാം. രാഹുദശ എപ്പോഴും അവർക്ക് ഗുണമായിരിക്കണമെന്നില്ല. അവർ ഭഗവതിയെ ആരാധിക്കുക. രാഹുദശാ കാലഘട്ടത്തിൽ അവർ പ്രധാനമായിട്ട് ഉത്രാടം നക്ഷത്രക്കാർ സ്ഥിരമായിട്ട് സർപ്പപ്രീതി വരുത്തുക. സർപ്പാരാധന അവർക്ക് ഗുണം നൽകും. ആയില്യ പൂജ നടത്തുക, സർപ്പാരാധന ചെയ്യുക, നവഗ്രഹ പൂജ സ്ഥിരമായിട്ട് ചെയ്യുക. സർപ്പങ്ങളുമായി ബന്ധപ്പെട്ടുള്ള മഹാക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് പോയി ആരാധിക്കുക. നവഗ്രഹത്തെ അല്ലെങ്കിൽ സർപ്പത്തെ ഒക്കെ സ്ഥിരമായിട്ട് ആരാധിക്കുക. പോയി ആ സർപ്പപ്രീതി വരുത്തുകയും സർപ്പപൂജ ചെയ്യുകയും ചെയ്യുന്നത് രാഹുദശാ കാലഘട്ടത്തിൽ ഗുണം ചെയ്യും. രാഹുവിൻ്റെ ദശയിലാണ് 20 വയസ്സിന് മുകളിലുള്ള 38-39 വയസ്സുള്ള കാലഘട്ടത്തിലാണ് ഉത്രാടം നാളുകാരെ സംബന്ധിച്ച് അവരുടെ കുടുംബജീവിതവും സന്താന ഗുണങ്ങളും കർമ്മവുമൊക്കെ ഗുണമായിട്ട് വരേണ്ടത്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സ്ഥിരമായി അവർ ദേവീ ഭജനം വേണം. ഭദ്രകാളിയാണെങ്കിലും ദുർഗയാണെങ്കിലും വിഷയമല്ല. സ്ഥിരമായിട്ട് അവർ ശക്തിയുപാസന ചെയ്യുക.
ലളിതാ സഹസ്രനാമാർച്ചന, കുങ്കുമാർച്ചന, കുങ്കുമാഭിഷേകം തുടങ്ങിയുള്ള കാര്യങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ചെയ്യുന്നതും അവർക്ക് കുടുംബ സൗഖ്യതയ്ക്കും സന്താനങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഗുണങ്ങൾക്കും സന്താനങ്ങൾക്ക് ഗുണം കിട്ടാനും അവരുടെ കർമ്മത്തിൻ്റെ ഗുണം അനുഭവത്തിൽ വരുന്നതിനും നല്ലതാണ്. രാഹുദശാകാലഘട്ടത്തിൽ ഉത്രാട നക്ഷത്രക്കാൾ ശക്തി ഉപാസന വേണം. ഉത്രാട നക്ഷത്രക്കാർക്ക് ശക്തി ഉപാസന വേണം. 38-39 വയസ്സിന് ശേഷമുള്ള 16 വർഷത്തോളം അവർ അനുഭവിക്കുന്നത് വ്യാഴദശയാണ്. 54-55 വയസ്സ് വരെയാണ് വ്യാഴദശ. വ്യാഴദശാ കാലഘട്ടത്തിൽ അവർ മഹാവിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്. വിഷ്ണുപ്രീതി വരുത്തുക. ആ സമയത്ത് ശാരീരികമായ വൈഷമ്യ ക്ലേശങ്ങൾ വരാം. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ധന്വന്തരി മൂർത്തിയെ ആരാധിക്കുന്നത് ഗുണം നൽകും. ധന്വന്തരി മന്ത്രജപത്തോടുകൂടി വിഷ്ണുവിന് അർച്ചന നടത്തി പ്രാർത്ഥിക്കുന്നത് ശാരീരികമായ ഗുണങ്ങൾ കിട്ടുന്നതിനും അവരെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഗുണങ്ങളും മനസ്സൗഖ്യത കിട്ടുന്നതിനും നല്ലതാണ്. അതുപോലെ സ്ഥാനപ്രാപ്തിക്കും അവരുടെ കർമ്മ മേഖലയിൽ അവർ അനുഭവിക്കുന്ന ഗുണങ്ങൾ തടസ്സമില്ലാതെ കിട്ടുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിന് പുരുഷസൂക്ത മന്ത്രാർച്ചന ആഴ്ചതോറുമൊക്കെ ചെയ്യുന്നതും ഉത്രാടം നക്ഷത്രക്കാർക്ക് 38-39 വയസ്സിന് ശേഷമുള്ള 16 വർഷം ഗുണം ചെയ്യും. 54 വയസ്സിന് ശേഷമുള്ള 19 വർഷത്തോളം അവർ അനുഭവിക്കുന്ന ശനിദശയാണ്. മകരക്കൂറുകാർക്ക് ശനി ചന്ദ്രലഗ്നാധിപനാണ്. ചന്ദ്രലഗ്നാധിപനിൽ നിന്ന് ഗുണങ്ങൾ കിട്ടും. എന്നാൽ പോലും പ്രായം കൊണ്ടുള്ള ശാരീരിക വൈഷമ്യങ്ങൾ അനുഭവത്തിൽ വരാം എന്നതുകൊണ്ട് സ്ഥിരമായിട്ട് ശിവനെ ആരാധിക്കുക, ശിവനെ പൂജിക്കുക. ശൈവമായ പൂജകളും ശിവനെ ആരാധിക്കുന്നതും ഏറ്റവും കൂടുതൽ ഗുണം നൽകും. നവഗ്രഹങ്ങളിൽ ശനി പൂജയും ചെയ്യുക, ശനീശ്വര പൂജ ചെയ്യുന്നതും ഗുണം നൽകും. അതിനുശേഷമുള്ള 17 വർഷം ബുധന്റെ ദശയാണ്. കൃഷ്ണനെയാണ് ആരാധിക്കുന്നത്. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർ ഒഴിവാക്കേണ്ട, അവർ മാറ്റി നിർത്തേണ്ട ചില നക്ഷത്രജാതരും നക്ഷത്ര ദിനങ്ങളുമുണ്ട്. അത് അവിട്ടം, പൂരുരുട്ടാതി, രേവതി. അവിട്ടം, പൂരുരുട്ടാതി, രേവതി 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നാളായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്ര ദിനങ്ങളിലും ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുമായി ബന്ധപ്പെട്ടുള്ള നൂതന സംരംഭങ്ങൾ ഒഴിവാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 ദിനങ്ങളിലും ഉത്രാട നക്ഷത്രക്കാർ അവരുമായി ബന്ധപ്പെട്ടുള്ള മംഗളകർമ്മങ്ങളും ഒഴിവാക്കുക. ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്ര ജാതരുമായിട്ടുള്ള കൊടുക്കൽ വാങ്ങൽ കാര്യങ്ങളും ഒഴിവാക്കുന്നതും സൗഹൃദം ഒഴിവാക്കുന്നതും സാമ്പത്തികമായ ഇടപാടുകൾ ഒഴിവാക്കുന്നതും ഗുണം ചെയ്യും. വിവാഹ വിഷയത്തിൽ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈ പറഞ്ഞിരിക്കുന്ന 3 നക്ഷത്ര ജാതരെയും, അതായത് അവിട്ടം, പൂരുരുട്ടാതി, രേവതി ഒഴിവാക്കണം. പുരുഷന്മാരെ സംബന്ധിച്ച് അവർ ജനിച്ചതിൻ്റെ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചൊരു പുരുഷന് അയാൾ ജനിച്ചതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീയെ ഒഴിവാക്കണം. വിവാഹത്തിന് ഒഴിവാക്കണമെന്ന ജ്യോതിഷത്തിൽ പറയുന്നില്ല. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ആ തീരുമാനത്തിൽ എത്തിയാൽ മതി. ഉത്രാട നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള സാമാന്യം ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.